മനുഷ്യനെ പറ്റി ഞാൻ പറയാം. ടോറി എന്നാണ് അവന്റെ MA ടോറി എന്ന് പറയും. അവൻ എന്താണ് ദുർനടപ്പുകാരനായിരുന്നു. കുഞ്ഞുനാൾ മുതലേ അവൻ ദുർനടപ്പുകാരനായിരുന്നു. എന്നാൽ അവൻ അങ്ങനെ കടന്നു പോകുമ്പോൾ അവന്റെ അമ്മ ഭക്തിയായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അവന്റെ അമ്മ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ സ്വന്തം മകന് വേണ്ടി അഭയാചന ചെയ്യുന്ന നിഷ്കളങ്കിയായിരിക്കുന്ന ഒരു വിശ്വസ്തയായിരിക്കുന്ന സ്ത്രീ ആയിരുന്നു. പക്ഷേ മകൻ എന്താണ് എന്നും തെറ്റായിരിക്കുന്ന വഴിയിൽ കൂടെ കടന്നുപോയി. ഈ മകനോട് എപ്പോഴും അമ്മ ഉപദേശിക്കും, മോനെ യേശു ക്രിസ്തു മോനെ സ്നേഹിക്കുന്നുണ്ട്, മോനെ ജീവിതത്തിൽ കർത്താവിനെ നീ സ്നേഹിക്കണം എന്ന് പറയും. എന്നാൽ നോക്കിന് അമ്മയുടെ ഉപദേശം കേൾക്കുന്തോറും ഈ MA ടോറിയുടെ ഹൃദയം കൂടുതൽ കഠിനമായിട്ട് തീർന്നു. ഒരു ദിവസം അവൻ വീട് വിട്ടങ്ങ് പോവുകയാണ്. അമ്മ അവന്റെ കാല് പിടിച്ചപേക്ഷിച്ച്, മോനെ നീ പോകരുത്, നീ നാശത്തിലേക്കാണ് പോകുന്നത്, അമ്മ വിട്ട് പോകല്ലടാ മോനെ എന്ന് പറഞ്ഞു. ആ അമ്മയുടെ വേദന കാണുവാനോ അവരുടെ കണ്ണുനീര് കാണുവാനോ ഈ ടോറിക്ക് കഴിഞ്ഞില്ല. ആ യൗവനക്കാരൻ എന്താണ് ദൂരദേശത്തേക്ക് കടന്നു പോവുകയാണ്. എന്നാൽ അവന്റെ വഴിയാത്രയിൽ അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മോനെ ടോറി, നിന്റെ ജീവിതത്തിലെ അവസാന പ്രതീക്ഷയും തീരുമ്പോൾ അമ്മയുടെ ദൈവത്തിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിന്നെ രക്ഷിക്കും. എന്താ പറഞ്ഞത്? നിന്റെ ജീവിതത്തിലെ അവസാന പ്രത്യാശയും തീർന്നു കഴിയുമ്പോൾ നിന്റെ അമ്മയുടെ ദൈവത്തെ നീ പൂർണ്ണ മനസ്സോടെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ രക്ഷിക്കാന്ന് പറഞ്ഞു. ആട്ടെ, നിന്റെ ദൈവം അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് ദൈവം എന്താണ് ചാടിത്തുള്ളി ഇറങ്ങിപ്പോവുകയാണ്. പ്രിയപ്പെട്ട വർഷങ്ങൾ കഴിഞ്ഞു. MA ടോറി എല്ലാവിധമായിരിക്കുന്ന പാപ സ്വഭാവത്തിലും കൂടെ അഴുന്നൊളിഞ്ഞ് അവസാനം പാപത്തിന്റെ പ്രതിഫലമായിട്ട് കിട്ടിയത് ആത്മഹത്യയാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ എല്ലാ നാശത്തിനും കാരണം നിങ്ങളുടെ പാപമാ. മനസമാധാനമില്ലാത്തതിന്റെ കാരണം നിന്റെ പാപമാ. പ്രിയപ്പെട്ടവരെ, ഈ ടോറി അവസാനം എന്താണ് ഒരു ഹോട്ടൽ മുറിയിൽ അവന്റെ കൈ തോക്കിട്ട് ചെവിയിലേക്ക് തിരികി അവന്റെ ജീവിതം അവന് മടുത്തു. പെട്ടെന്ന് അമ്മ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിലവിളിയോടെ പറഞ്ഞൊരു കാര്യം അവന്റെ ചെവിയിലേക്ക് ആർത്തടക്കുകയാണ്. മോനെ ടോറി, നിന്റെ അവസാന പ്രതീക്ഷയും തീരുമ്പോൾ നിന്റെ അമ്മയുടെ ദൈവത്തെ നീ പൂർണ്ണ മനസ്സോടെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിന്നെ രക്ഷിക്കും. അവന്റെ കൈകൾ വിറച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ ആ തോക്ക് അവന്റെ കരങ്ങളിൽ താഴെ പോയി. അവൻ അവിടെ എന്താണ് മുഴങ്കാല് നേരത്തേക്ക് താഴ്ത്തിയിട്ട് കൈകളെ ആകാശത്തേക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ അമ്മയുടെ ദൈവം എന്ന് പറഞ്ഞൊരു ദൈവമുണ്ടെങ്കിൽ, എന്നെ രക്ഷിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. എനിക്ക് സമാധാനം തരുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഇനിയുള്ള ജീവിതം യേശു ക്രിസ്തുവിനോട് ഞാൻ ജീവിക്കാം. ആ ക്ഷണത്തിൽ അവന്റെ ഹൃദയത്തിലേക്ക് സമാധാനം ദൈവം അയച്ചു. പ്രിയപ്പെട്ട പിൻകാലങ്ങളിൽ ആയിരക്കണക്കിന് തെരുവോരങ്ങളിലെ അക്രമങ്ങളും മറ്റ് മദ്യപാനവും മയക്കുമരുന്നും ദൈവമില്ലാത്തവരുമായിട്ട് നടത്തുന്ന ചെറുപ്പക്കാരെ യേശു ക്രിസ്തുവിലേക്ക് തിരിക്കുന്ന ഒരു സുവിശേഷനായിട്ട് ഈ MA ടോറി രൂപാന്തരം ചെയ്യപ്പെടുവാനിടയിൽ. നോക്ക് പ്രിയപ്പെട്ട, പണ്ടൊരു ജോൺ അവന്റെ ഭാര്യയെ കൊന്ന് അവൻ എന്താണ് ജയിലറകൾ കടന്നിട്ട് അവസാനം തൂക്കിക്കൊല്ലപ്പെട്ടവന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയില്ലായിരുന്നു. അതേ അനുഭവത്തിലേക്കൊക്കെ കടന്നുപോയ ടോറിയെ രക്ഷയെ കൊണ്ടുവരാൻ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു.